പാലക്കാട് മണ്ണാർക്കാട് ബാങ്കിൽ കവർച്ചാശ്രമം. ആര്യമ്പാവ് PNY സഭാ ബാങ്കിൽ പുലർച്ചെയായിരുന്നു കവർച്ചാശ്രമം. സംഭവസ്ഥലത്ത് നിന്ന് മുളകുപൊടി അടക്കമുള്ളവ കണ്ടെത്തി. ബാങ്കിൽ നിന്ന് പണം നഷ്ടമായില്ലെന്നാണ് പ്രാഥമിക വിവരം. പോലീസ് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതൊരു ബാങ്കിൽ പുലർച്ചെ കവർച്ചാശ്രമം നടക്കുന്നു. അവിടെ മുളകുപൊടി വിതറിയിട്ടുണ്ട്. നിലവിൽ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏതെങ്കിലും CCTVകൾ ഈ പ്രതികളുടെ അല്ലെങ്കിൽ ഈ മോഷണശ്രമം നടത്തിയവരുടെ ദൃശ്യങ്ങൾ മറ്റോ പതിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, കൗണ്ടറിന്റെ മുകൾ ഭാഗത്തും ഒക്കെ ആയിട്ട് മുളകുപൊടി വിതറിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ജീവനക്കാരാണ് ഇന്ന് പുലർച്ചെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് മോഷണശ്രമം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർ പോലീസാണ് ആ സ്ഥലത്ത് എത്തി അന്വേഷണം നടത്തുന്നത്. CCTV ഒക്കെ തകർത്ത നിലയിലാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. നാട്ടുകാർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മോഷണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യമ്പാവിൽ പ്രവർത്തിച്ചു വരുന്ന PNY സഭയുടെ ഫിനാൻസ് ബാങ്കിലാണ് ഈ മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്, വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ ജീവനക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇവർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന തുടരുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മോഷണം നടത്തിയതാരെന്നോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് ഭാഷ്യം. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ? പതിഞ്ഞ ശേഷമാണ് നശിപ്പിച്ചതെങ്കിൽ ഒരുപക്ഷെ അത് റിക്കവർ ചെയ്യാൻ കഴിയും. അതല്ല മോഷണ ശ്രമത്തിന് മുൻപ് തന്നെ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാക്കളുടെ മുഖം വ്യക്തമാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം CCTV പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. മണ്ണാർക്കാട് ഇത് നഗരപരിധിയിലുള്ള ബാങ്കിലാണോ ഈ കവർച്ചാശ്രമം ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കാം മോഷ്ടാവ് ഇത് കവർച്ച നടത്താതെ പിന്നോട്ട് പോയത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പോലീസിന്റെ രാത്രികാല പരിശോധനകളൊക്കെ ഉള്ള സ്ഥലമാണോ ഇത്? തീർച്ചയായിട്ടും ഉണ്ടാവും. രാത്രികാല പട്രോളിംഗ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം ഉണ്ടായത് ജീവനക്കാർ പുലർച്ചെയാണ് നടന്നത് എന്നുള്ളത് ജീവനക്കാരുടെ ഭാഷ്യമാണ്. പുലർച്ചെ ജീവനക്കാരെത്തി ഈ ബാങ്ക് തുറക്കാൻ എത്തുന്ന ജീവനക്കാരാണ് ഇത് കണ്ടെത്തിയതും. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മുളക് പൊടി വിതറിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഈ PNY ബാങ്ക് സഭാ ലിമിറ്റഡിന്റെ ബാങ്കിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കൗണ്ടറിലും അതുപോലെ മറ്റ് ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ച ഭാഗത്തുമൊക്കെ മുളകുപൊടി വിതറിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടുതൽ സാങ്കേതിക തെളിവുകളോട് അല്ലെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, അതായത് ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിൽ പോലീസിന് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരും. എന്നിരുന്നാൽ പോലും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ജീവനക്കാർ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിങ്ങനെ അതായത് ലോക്കറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് പരാജയപ്പെട്ടു എന്നാണ്. ഒരു പക്ഷേ ആരെങ്കിലും ഇത്തരം ടോം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടായിരിക്കാം ഇത് മോഷണം, അതായത് വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാങ്കിൽ കവർച്ചയ്ക്ക് കയറിയ ശേഷവും മോഷണം നടത്താതെ ഈ മോഷ്ടാക്കൾ പോയിരിക്കുന്ന സാഹചര്യം എന്തായിരിക്കാം എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ടാവും. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാകാം ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, മോഷണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബാങ്കിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അത്തരം സാഹചര്യമാവാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവനക്കാരുടെ ഭാഷ്യം അനുസരിച്ചിട്ട് പുലർച്ചെ മോഷണം നടന്നു എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഈ പുലർച്ചെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പോലീസിന് വ്യക്തതയില്ലാതെ ഇനി കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. അതുപോലെ മോഷ്ടാക്കളിലേക്ക് എത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പോലീസ് വ്യക്തമാക്കാനുണ്ട്. എന്തായാലും പോലീസ് പരിശോധന നടത്തി വരികയാണ് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മണ്ണാർക്കാടാണ് ബാങ്കിൽ കവർച്ചാശ്രമം ഉണ്ടായത്. നിലവിൽ
പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.